Hello friends, welcome to Commerce Made Easy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു പോർഷനാണ്. അതായത് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നും മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്നുമാണ് പറയാൻ പോകുന്നത്. ഇത് നെറ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്കും അതേപോലെ തന്നെ ഇപ്പോൾ കൊമേഴ്സ് ലെക്ചേഴ്സ് വിളിച്ചിട്ടുണ്ട്, ആ PSC എഴുതാൻ പോകുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ്. എല്ലാ കൊമേഴ്സ് സ്റ്റുഡൻസിനും ഉപകാരപ്പെടുന്ന ഒരു പോർഷനാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണെന്ന് നോക്കാം. Capital budgeting is a process of making investment decisions in capital expenditure. Capital expenditure എടുക്കുന്ന investment decisions-നെയാണ് capital budgeting എന്ന് പറയുന്നത്. Capital expenditure എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ those expenditures the benefit of which are expected to be received over a period of time exceeding 1 year. അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ ഒരു എക്സ്പെൻസസ് മുടക്കി അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ 1 ഇയറിൽ കൂടുതൽ മോർ ദാൻ 1 ഇയറിൽ കൂടുതൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലോങ് ടേം ഡിസിഷൻസിനെ അല്ലെങ്കിൽ ലോങ് ടേം എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളൊരു ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നു, നമ്മളൊരു മെഷീനറി വാങ്ങുന്നു, അല്ലെങ്കിൽ നമ്മളൊരു മെഷീനറി റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷം നമ്മൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ചിലവാക്കിയ ഈ വർഷം മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. അത് ബെനിഫിറ്റ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഫ്യൂച്ചറിൽ വരും വർഷങ്ങളിലും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യും, കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ലോങ് ടേം ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നു, എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറുകളാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എക്സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഈ ഫിക്സഡ് അസറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള ആ ഡിസിഷൻസ് എടുക്കുമല്ലോ, അതിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ദ എക്സ്പെൻഡിച്ചർ ഈസ് ഇൻകേർഡ് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം വേറസ് ബെനിഫിറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചേഴ്സ് ആർ റിയലൈസ്ഡ് അറ്റ് പോയിന്റ്സ് ഓഫ് ടൈം ഇൻ ഫ്യൂച്ചർ. നമ്മൾ ഇന്നിപ്പം എന്ത് ചെയ്യുന്നു, ആ ഒരു എക്സ്പെൻഡിച്ചർ മുടക്കുന്നു, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ ചെലവാക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കണം. അതിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ, ആ മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നോൺ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ അല്ല. കാരണം ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. നമ്മളൊരു മെഷീനറി വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, നോൺ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതായത് ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട്സ് ആണ്. ഒരു ലോങ് പീരീഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഇറവേഴ്സിബിൾ നേച്ചർ ആണ്. അതായത് നമ്മൾ ഒരിക്കലും ആ ഒരു ഡിസിഷൻ, ആ ഒരു പെർമനന്റ് അസറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ്സ് വാങ്ങാമെന്ന് നമ്മൾ തീരുമാനിച്ചു, നമ്മൾ വാങ്ങി, അത് നമുക്ക് ഇനി ഡിസ്പോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് ഇല്ലാതെ അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്നായാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെയിൽ ചെയ്ത് മാറ്റാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. നോൺ ഫ്ലെക്സിബിൾ ആണ്, ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഓഫ് ഫണ്ട് ആണ്, അതേപോലെ തന്നെ ഇറവേഴ്സിബിൾ നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസിനെ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻ എന്നൊക്കെ പറയാനായിട്ട് പറ്റും. അപ്പം ലോങ് ടേം നേച്ചറിലുള്ള അസറ്റുകൾ വാങ്ങുന്നതും റീപ്ലേസ് ചെയ്യുന്നതും, നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് മുടക്കുന്നതും, നമ്മൾ പുതിയ മെഷീനറി വാങ്ങുന്നത്, പുതിയ ഫിക്സഡ് അസറ്റ്സുകൾ വാങ്ങുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡിസിഷൻസുമാണ് ഇവിടെ വരുന്നത്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ
നോക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിനാണെങ്കിൽ ഒരുപാട് പ്രപ്പോസൽസ് വരാം. ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോഴത്തേന് അതിനകത്ത് ഒരുപാട് പ്രപ്പോസൽസ് വരാം. ഇപ്പം നമ്മളൊരു മെഷീനറി വാങ്ങുന്നു, നമുക്കൊരു പുതിയ മെഷീനറി വാങ്ങാം, നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ ലീസിന് എടുക്കാം, റെൻറ്റിന് എടുക്കാം, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസും കാണും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഉണ്ടാവും. നമുക്ക് ഫണ്ട് ലോങ് പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരുപാട് പ്രപ്പോസൽസ് ഉണ്ടാവും. എന്നാൽ ദ ഫണ്ട്സ് അവൈലബിൾ വിത്ത് ദ ഫേം ആർ ഓൾവേസ് ലിമിറ്റഡ്. പക്ഷെ നമുക്കത് എല്ലാത്തിലും കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഇൻവെസ്റ്റ് ഇൻ ഓൾ ദ പ്രപ്പോസൽസ് അറ്റ് എ ടൈം. ഒരേ സമയം തന്നെ എല്ലാ പ്രപ്പോസൽസിനും കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഫണ്ട്സിൻ്റെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആണ്. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും ഫണ്ട്സിൻ്റെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലോങ് ടേം പ്രോജക്ട്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രപ്പോസൽ എന്ത് ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള കോമ്പീറ്റിംഗ് പ്രപ്പോസൽസിൽ നിന്നും ഒരെണ്ണം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഹയർ ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് റാങ്ക് ചെയ്യണം, അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ റാങ്ക് ചെയ്ത നമ്മുടെ ഇതിനകത്ത് ബെനിഫിറ്റിനനുസരിച്ചുള്ള കൂടിയതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എടുക്കുമ്പോൾ ദ ക്രൂഷ്യൽ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഈസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ്. ഇപ്പം നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം. അതാണല്ലോ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ ഏതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അപ്പോൾ മെയിനായിട്ടും നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ആ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസിൻ്റെ എന്തായിരിക്കും, പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും. ഇങ്ങനെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ മെനി മെത്തേഡ്സ് ഓഫ് ഇവാലുവേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ്. ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസിന്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനെയാണ് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽസിനകത്ത് പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യാനുള്ള എന്താണ് മെത്തേഡ്സുകളാണ് എന്തെന്ന് പറയുന്നത്, മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് രീതിയിലുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് മെത്തേഡും ഉണ്ട്. അതിനകത്ത് ട്രഡീഷണൽ മെത്തേഡ്സ് വരുന്നതാണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, ഇംപ്രൂവ്മെന്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ഇത് മൂന്നും ട്രഡീഷണൽ മെത്തേഡ്സ് വരുന്നതാണ്. രണ്ടെണ്ണേ ഉള്ളൂ, പേ ബാക്ക് പീരീഡും അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡും. ഈ പേ ബാക്കിൽ തന്നെ കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുള്ളതാണ് ഇംപ്രൂവ്മെന്റ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നതാണ് ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് ഉണ്ട്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് ഉണ്ട്. ഇതിന്റെ മൂന്നിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടൈം വാല്യൂയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സിന്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു ഇറ്റ് ഇഗ്നോർസ് ദ ടൈം വാല്യൂ ഓഫ് മണി. മണിയുടെ ടൈം വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ട്രഡീഷണൽ മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. അതും കൂടെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാൻ താങ്ക് യു.